കഴിഞ്ഞ ദിവസം അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എന്തായിരുന്നു അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാവാതിരിക്കാനുണ്ടായിരുന്ന ഒരു കാരണം? ഇതുമായി സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് പലരും. പക്ഷേ ഇവിടെയൊക്കെ ആ ഒരു മനുഷ്യനെ പൊങ്കാലയിടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അന്ന് കഴിഞ്ഞ ഈ ദിവസം ഈ കോടതിയിൽ ഈ കേസ് പരിഗണിച്ച സമയത്ത് വെറും 8 മിനിറ്റ് മാത്രമാണ് ഈ കേസുമായി സംബന്ധിച്ചിട്ടുണ്ടായ സംസാരങ്ങൾ അവിടെ സംസാരിച്ചതും. യൂസുഫ് കാക്കഞ്ചേരി ആയിരുന്ന അഭിഭാഷകൻ അതിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇത് ഇത്രയ്ക്കും നീളുന്നത്? ഇത്തരം കാര്യങ്ങൾ പലരുടെയും മനസ്സിൽ ഇതാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? അതേക്കുറിച്ചും എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോഴും ഈ അബ്ദുറഹീമിനെ വളരെ മോശമായിട്ട് കരിവാരി തേച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് വളരെ മനുഷ്യത്വമില്ലാത്ത മനുഷ്യരുണ്ട്. നീ അന്ന് ഉമ്മയെ കാണാൻ പോയിട്ട് ഉമ്മയെ കണ്ടിട്ട് സ്വീകരിച്ചില്ലല്ലോ, നീ ഉമ്മയെ വളരെ മോശമായിട്ട് പെരുമാറിയല്ലോ, ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്ന വളരെ മനുഷ്യത്വമില്ലാത്ത മനുഷ്യർ ഒരുപാടുണ്ട്. കാരണം ഇവരൊക്കെ ചിന്തിക്കുന്നത്, കാരണം ഇവരൊക്കെ അബ്ദുറഹീമിനെ മോചിപ്പിക്കണം എന്നോ അല്ലെങ്കിൽ അബ്ദുറഹീമിന് മോചനം സാധ്യമാവണം എന്നോ അല്ല. ഇവരൊക്കെ മനസ്സിൽ ഇപ്പോഴും ആ ഉമ്മയും മകനും തമ്മിൽ ആ ജയിൽ മോചിതനായിട്ട് കാണണമെന്ന അല്ല ഇവരാഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ നിയമസഹായ സമിതിയും ഇവിടുന്ന് ഉമ്മയെ കൊണ്ടുപോയ കുറച്ച് ആളുകളും ഇതൊക്കെ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ നിയമസഹായ സമിതി വർഷങ്ങളോളം ഇതിന് പിറകിലുണ്ടായിരുന്നു എന്ന് ഇന്ന് ഇതിൻ്റെ പിറകിൽ വന്നിട്ടുള്ള പലർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ 8 മിനിറ്റ് മാത്രം പരിഗണിച്ചു എന്ന് പറഞ്ഞ് ആ കേസ് 14 ദിവസത്തേക്ക് മാറ്റിവെച്ചപ്പോഴും അതിൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് മോശം കമൻ്റ് അടിച്ച ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ആ ഉമ്മ ഇന്നലെ തന്നെ നാട്ടിലെത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഉമ്മ ഏതായാലും മകനെ കണ്ടു. പക്ഷേ ആ മകനെ കണ്ടതിന് ശേഷവും ആ ഉമ്മ ആദ്യ നിമിഷത്തിൽ അബ്ദുറഹീമിന് ആ ഉമ്മയെ കാണാൻ കഴിയാത്തതിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ നിയമസഹായ സമിതിയൊക്കെ ഇതിന് പിറകിൽ ഒരുപാട് പ്രവർത്തിച്ച്, പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഒന്നും ആ ഉമ്മയുടെ പ്രശ്നമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഉമ്മയെ വളരെയധികം മോശമായിട്ട് സംസാരിക്കുന്നവരോടും അബ്ദുറഹീമിനെ മോശമായിട്ട് സംസാരിക്കുന്നവരൊക്കെ മനസ്സിലാക്കണം, ഒരിക്കലും അതിലൊന്നും ആ ഉമ്മയോ ആ മകനോ ഒന്നും തെറ്റുകാരല്ല. ഇവിടെ ഈ ആശയക്കുഴപ്പമുണ്ടാക്കിയ ചില ആളുകളാണ് ഇതിലൊക്കെ പ്രശ്നക്കാർ. ആ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഇതാവേണ്ട ഒരു സമയമോ ആ കുടുംബത്തെ വളരെ പ്രയാസപ്പെടുത്തേണ്ട ഒരു നിമിഷവുമല്ല ഇത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ഇതേക്കുറിച്ച് നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ സൗദിയിൽ ഇത്തരം മുൻപും കേസുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതേസമയം അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ അബ്ദുറഹീമിൻ്റെ ഈ ഒരു അനസ് ഖാദിരി എന്ന് പറയുന്ന ഈ ഒരു ആൾ മരണപ്പെട്ടു എന്നുള്ള ഒരു വിഷയമുണ്ടല്ലോ. അതായത് അബദ്ധവശാൽ അബ്ദുറഹീമിൻ്റെ കൈ തട്ടി മരണപ്പെട്ടു പോയി. പക്ഷേ ഇവിടെയൊക്കെയുള്ള ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, അന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന അബ്ദുറഹീമിൻ്റെ സുഹൃത്ത് വന്നിട്ട് ആ മരണശേഷം ഉണ്ടായ നാടകീയമായ നിമിഷങ്ങൾ സംഭവിച്ചെങ്കിലും ഈ കേസ് നസീറും അതേസമയം അബ്ദുറഹീമും ഒന്നിച്ചുണ്ടായിരുന്ന ഈ കേസാണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ അബ്ദുറഹീമിൻ്റെ അടുത്ത് പറ്റിയ ഈ ഒരു അബദ്ധം കാരണം അതിനെ മാറ്റി നിർത്തിയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ കേസ് വേറെയും ഈ ഒരു കേസ് വേറെയും, അതായത് ഇവിടെ ഇവർ കളിച്ച ഈ ഡ്രാമ സംഭവിച്ചത് വേറെയും ആക്കി നിലനിർത്താത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അന്ന് കളിച്ച ആ ഒരു ഡ്രാമയുടെ പേരിലാണ് യഥാർത്ഥത്തിൽ ഈ കേസ് നിലനിൽക്കുന്നത് എന്നുള്ള മറ്റൊരു അഭ്യൂഹം കൂടെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ 20 വർഷം പൂർണ്ണമായിട്ടും തികയാൻ ഇനി മാസങ്ങളെ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ 20 വർഷം തികയുന്ന സമയത്ത് മാത്രമേ ഈ കേസിൽ നിന്നും മോചനം സംഭവിക്കുകയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ ഇതിൻ്റെ മറ്റൊരു വശം നമ്മൾ മനസ്സിലാക്കണം. അബ്ദുറഹീം യഥാർത്ഥത്തിൽ ഇപ്പോഴും കേസിൽ കുറ്റവാളിയായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കോടതിയുടെ ഒരു നിഗമന പ്രകാരം, കോടതി കാരണം അതിൻ്റെ 100% കാര്യങ്ങൾ നമുക്ക് പുറത്ത് മനസ്സിലാക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ഡ്രാമയുടെ പേരിൽ, കാരണം അന്ന് ആ അനസ് ഖാദിരി മരിച്ചതിന് ശേഷം
അബ്ദുറഹീമിൻ്റെ സുഹൃത്തോ കുടുംബക്കാരനായിട്ടുള്ള നസീറും തമ്മിൽ അവിടെ കളിച്ച ഒരു ഡ്രാമയുടെ പേരിലാണ് ഇപ്പോഴും ജയിൽ തുടരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല 20 വർഷം ഇത്തരം വിഷയങ്ങളിൽ 20 വർഷത്തോളം ജയിലിൽ തന്നെ തുടരണം എന്നും ഇതുണ്ട് എന്നും ഇതേക്കുറിച്ച് നമുക്ക് വിലയിരുത്താം. മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ ഈ അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ ഈ വളരെ മോശമായിട്ട് പെരുമാറുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ആ ഉമ്മ, ആ കുടുംബം എല്ലാവരും ഇതിൽ ഒരുപാട് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയെങ്കിലും അബ്ദുറഹീമിൻ്റെ ഉമ്മയും അബ്ദുറഹീമും ഒന്നിച്ചു കൂടിയിട്ട് കാണാനുള്ള നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. ഇനിയും ഇതിൻ്റെ പേരിൽ ആ കുടുംബത്തെ നിങ്ങൾ ആരും വിഷമിപ്പിക്കരുത് എന്നുകൂടെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ആ ഉമ്മയുടെ ഗൾഫിലൊക്കെ പോയതിന് ശേഷം ആ ഉമ്മയുടെ കുറച്ച് വാക്കുകൾ നമ്മൾ കേൾക്കാം. രാവിലെ വന്നിട്ടുള്ളല്ലോ, ഞാനും അവനും പോയി അവനെ കണ്ടത് പോലും പറഞ്ഞു. പക്ഷേ എൻ്റെ ചെയ്യുന്നല്ലോ ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ടൊന്നും അവനും ഒക്കെ കണക്കാക്കി കുത്തിരിക്കാനാണ്. അപ്പോൾ ഞാൻ ഇവിടെ എത്തി വിചാരിച്ചിട്ട് അപ്പോൾ അവൻ്റെ മുന്നിലൂടെ എത്താം. അപ്പോൾ അവൻ്റെ കൂടെ വരാൻ ആരും കഴിയൂലല്ലോ. ഓനെത്തുമ്പോൾ എനിക്ക് എത്താൻ വെച്ചിട്ട് വന്ന് കയറിയതാണ്. അപ്പോൾ കേട്ടപ്പോൾ വന്നപ്പോൾ ഇങ്ങനെയാണ് കേൾക്കുന്നത്. എന്നപ്പോൾ ആരോടാ ഞാനൊക്കെ പറഞ്ഞു. കണ്ടോ? ഓ കണ്ട്. എത്ര നേരം സംസാരിച്ചു? കുറേ നേരം സംസാരിച്ചു. അരമണിക്കൂറൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. ഓനും ഉണ്ടേനി, ഓനും ഞാനും ഞാങ്ങളി നമ്മൾ പോയി കണ്ട് വർത്താനൊക്കെ പറഞ്ഞു. എൻ്റെ ജയിലിൻ്റെ വെച്ച് വയ്യാത്തോട്ട് എന്തിനേ ഒന്നെന്ന് വെച്ച് ശരിക്കും ആക്കണ്ടായിട്ടല്ല മക്കളെ. ഇതിങ്ങനെ പോലെ നീട്ടി കൊണ്ടുപോകല്ലേ. ഒരു കുട്ടിയുടെ നോട്ടം കണ്ടില്ലെങ്കിൽ പോറ്റ ചോദിച്ചിട്ട് കഷ്ടപ്പെട്ട് പോയി അവിടെ കണ്ടല്ലോ വിചാരിക്കും. ആൾക്കാരുണ്ടോ ഗൾഫിൽ? സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടോ? ആളൊക്കെ സഹായിക്കാനുള്ളവരുണ്ടാകാൻ തന്നെയല്ല. അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടുപോരെ. കൂടിയൊക്കെ പാട് നിന്നായി കണ്ടിട്ട് ഇന്നലെ രാത്രി പോകുന്നു. രാവിലെ അവിടെ എത്തി. അപ്പം എത്തിയപ്പോൾ തന്നെ ഓൻ്റെ വിവരം കേൾക്കാൻ കാത്തിക്കാൻ കയറും പെത്തും എന്നുള്ള ജാതിൽ കേട്ടതിപ്പോൾ ഇങ്ങനെ 2 ആഴ്ച നീളാണ്. അതെന്താണ് എനിക്ക് അങ്ങനെ നീളാനുള്ള കാരണം ഒക്കെ നോക്കുന്നു വെച്ചിട്ട് കുട്ടി ഒന്നും എത്തിച്ചില്ല. അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടെങ്കിലും ഒരു കുട്ടിൻ്റെ എത്തിക്കും. അതിനുള്ള പരിഹാരങ്ങളൊന്നും ഉണ്ടാക്കിയാൽ തെരിയങ്ങളതുകൊണ്ടിട്ടാണ് അവർ ചോദിച്ച കോടിക്കണക്കിന് ഉറുപ്പ് ഉണ്ടായി കിട്ടി. അപ്പോൾ അത് അവർക്ക് സഹായിച്ചു കൊടുത്തിട്ട് അവർക്ക് എൻ്റെ കുട്ടീനെ വിട്ടുന്നൂടെ. എന്താ ചെയ്യും? കുട്ടി അവൻ്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? മകൻ്റെ ആരോഗ്യം തിരക്കൊന്നുമില്ല, ശരീരമൊക്കെ ഉണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. വായിച്ചൊക്കെ പിന്നെ ഉല്ലാസുകളൊന്നും ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ല. സന്തോഷം പറിച്ചിരുന്നില്ല. സന്തോഷം കണ്ട് കരച്ചിലും കൂടി കൂട്ടിയാക്കി നിന്ന് പിന്നെ ഒരു വന്നു കണ്ട് നിങ്ങൾ മൊബൈൽ അടുത്ത ആഴ്ച ഒരു പേരല്ലേ. പിന്നെ അതിൻ്റെ ഇവിടെ എത്തല്ലോ. പിന്നെ നമുക്ക് സൗകര്യത്തിൽ ഇവിടെ ജീവിക്കാൻ വർത്താനം പറയാനൊക്കെ വിചാരിച്ചു. ഇന്നത്തെ കേട്ട വാർത്ത ഇപ്പം അങ്ങനെ അല്ലേ. അതിനിപ്പോൾ എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കി. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഏകദേശം ഇനി അന്നേരം വെറുതെ മാറ്റി തന്നെ അല്ലേ. ഇപ്പം എത്ര 7 മാസമായില്ലേ. ഓരോരാഴ്ച മാസവും എന്തായാലും വരും എന്നാലും ഇങ്ങനെ നിന്നിട്ട് ഈ കഴിഞ്ഞ എത്രയും 15-ാം തീയതി 23-ാം തീയതി എന്തായാലും വരപ്പോൾ ഞാൻ വരുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി ഞാൻ ആരെങ്കിലും ഇപ്പറെങ്കിലും പോയിട്ട് കൊണ്ട് മുന്നോട്ട് കാണുകയും ചെയ്യണം. ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കണം, നിങ്ങൾ നിൽക്കേണ്ടതാണ്. 15-ാം തീയതി അവിടെ എത്തുള്ള വരെയും പഠിക്കും. അങ്ങനെ ആയിരുന്നു പോകുന്നത്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഉമ്മ സംസാരിച്ചിരുന്നത്. പാവം അവിടുന്ന് വരുന്നൊരാഗ്രഹത്തിലായിരുന്നു. ഇത്രയും കാശ് കൊടുത്തിട്ടും കോടികൾ കൊടുത്തിട്ടും മോനെ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ദുഃഖത്തിലാണ് അമ്മ. ഒന്നും ആ ഉമ്മയുടെ വാക്ക് കേൾക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും എല്ലാവരും ദ്വാലുണ്ടാവുക. അടുത്ത തവണയെങ്കിലും അവൻ്റെ മോചനം സാധ്യമാവട്ടെ. ഏതായാലും അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇനിയും അത് എത്രമാത്രം മുന്നോട്ട് നീങ്ങി ഇങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വിഷമമുണ്ട്. അബ്ദുറഹീമിൻ്റെ മോചനത്തിന് ശേഷം വന്ന പണം, ആ പണം ഏകദേശം 47 കോടി രൂപ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ടോട്ടലി. ഈ 34 കോടി രൂപ അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടും ബാക്കി വരുന്ന 1,67,00,000 എങ്ങാണ്ട് അഭിഭാഷകനായിട്ട് എതിർ കക്ഷി അഭിഭാഷകനും നൽകിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനിയും ആ മോചനം വളരെ പെട്ടെന്ന് സാധ്യമാവട്ടെ എന്ന് മാത്രമാണ് ഇതിലൊക്കെ പറയാനുള്ളത്. ഇനിയും ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും വളരെ വിഷമമാണ്. കാരണം നിങ്ങൾ ഈ സൈബർ ബുള്ളിങ് അവസാനിപ്പിക്കണം. കാരണം ആ ഉമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിലവിൽ ആ ഉമ്മയെ നമ്മൾ ഇത്രമാത്രം വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ഉമ്മയ്ക്ക് ജീവനോടെ മകനെ കാണാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ സാധ്യമാവാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇനിയും 14 ദിവസത്തേക്ക് മാറ്റി വെക്കുമ്പോഴും കഴിഞ്ഞ ദിവസമൊക്കെ യഥാർത്ഥത്തിൽ ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരു ശുഭകരമായ വാർത്ത വരും എന്ന്. പക്ഷേ ശുഭകരമായ വാർത്ത വന്നില്ല. പക്ഷേ ഇതിൻ്റെ പിറകിൽ ഇത്തരം ചില
നിയമവും നിയമപരമായിട്ടും ഈ ശരീഅത്ത് നിയമങ്ങളൊക്കെ ഇത്രയും ശക്തമാണ്. കാരണം ഒരുപാട് ആളുകൾ ഇതുപോലെ ജയിലിൽ കിടക്കുന്നുണ്ടാവാം. ഒരു അബ്ദുറഹീമിനെ നമ്മൾ ഇതേക്കുറിച്ച് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും ഇതേ വിഷയത്തിൽ ഇത്തരം പലരും ജയിലുകളിൽ കിടക്കുന്നുണ്ടാവാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ അവരെക്കുറിച്ച് പുറത്തറിയാനോ ഉള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവിടെയൊക്കെ ഈ നിയമസഹായ സമിതി തന്നെയായിരുന്നു ഇതിന് പിറകിൽ. അവരുടെ ഓരോരുത്തരും പേര് പോലും പുറത്തറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ആ മനുഷ്യരൊക്കെ തന്നെയായിരുന്നു ഇതൊക്കെ പുറത്ത് കൊണ്ടുവരാനുണ്ടായ ഒരു സാഹചര്യം. അന്ന് അബ്ദുറഹീമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നസീർ ചുരുട്ടി അയച്ചു കൊടുത്ത ആ പേപ്പർ തുണ്ടുകൾ വായിച്ചതിന് ശേഷമായിരുന്നു ലോകം ഇത് അറിഞ്ഞത്. പിന്നീട് വർഷങ്ങളോളം ഇതിന് പിറകിൽ നിയമസഹായ സമിതി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് ഇതിൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ചില ആളുകൾ ഞങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടും 24 ന്യൂസിനെ പോലത്തെ ചില ആളുകളൊക്കെ ഇത്തരം ക്രെഡിറ്റ് അടിച്ചെടുക്കുക എന്നുള്ളതാണ് കുറേ ആളുകൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ നിയമസഹായ സമിതിയൊക്കെ ചിന്തിക്കുന്നത് അതൊന്നുമല്ല, എങ്ങനെയും അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാവണം എന്ന് മാത്രമാണ്. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോസുമായി ഉണ്ട്.